ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഇന്ന് കോൺഗ്രസിനെ വലിയ തോതിൽ കടന്നാക്രമിക്കുക തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് വ്യക്തമായിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ടും കോൺഗ്രസിനെ കൊള്ളുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഒരു ഡയറക്റ്റ് അറ്റാക്ക് തന്നെയായിരുന്നു എന്ന് വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും ഈ പറയുന്ന തരത്തിൽ പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെയും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നെഹ്റു കുടുംബത്തിനെതിരെയും സംസാരിച്ചത്. അതിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ട ചില പോയിന്റ്സ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന തരത്തിൽ ഭരണഘടനയെ തുരങ്കം വയ്ക്കുകയും അടിയന്തരാവസ്ഥയിൽ അധികാര ദുർവിനിയോഗം നടത്തുകയും ഇന്ത്യയുടെ ജനാധിപത്യ പൈതൃകത്തേക്കാൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്തുവെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് ഒരിക്കലും കഴുകിക്കളയാൻ കഴിയാത്ത കളങ്കമെന്നാണ് പ്രധാനമന്ത്രി മോദി അടിയന്തരാവസ്ഥയെ വിശേഷിപ്പിച്ചത് തന്നെ. പഴയ പാർട്ടി 75 തവണ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതായി ആരോപിക്കുന്നു. ജവഹർലാൽ നെഹ്റു ആദ്യം ഭരണഘടനാ ഭേദഗതി ചെയ്തു എന്നും ഇന്ദിരാഗാന്ധി അത് പിന്തുടർന്നു എന്നും നാനാത്വത്തിൽ ഇന്ത്യയുടെ ഏകത്വത്തിൻ്റെ കരുത്ത് ഭരണഘടനാ ശില്പികൾ ആഘോഷിക്കുമ്പോൾ ചിലർ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ പരിഹസിച്ചു. ഭരണഘടനയെ ആശ്ലേഷിക്കുന്നതിന് പകരം അവർ ഭിന്നതയുടെയും നിഷേധാത്മകതയുടെയും വിത്ത് പാകിയെന്നും ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി പറയവേ പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ഈ കാലഘട്ടം ഒരിക്കലും കഴുകിക്കളയില്ലെന്നും പറഞ്ഞു. ഭരണഘടനാ നിർമ്മാതാക്കൾ ബോധവാന്മാരായിരുന്നു എന്നും ഇന്ത്യ ജനിച്ചത് 1947 ഇന്ത്യയിൽ ജനാധിപത്യം ആരംഭിച്ചത് 1950 അവർ വിശ്വസിച്ചില്ല എന്നും അവർ ഇവിടുത്തെ മഹത്തായ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വിശ്വസിച്ചു എന്നും മഹത്തായ പൈതൃകത്തിൽ വിശ്വസിച്ചു എന്നും യാത്രയുടെ ആയിരക്കണക്കിന് വർഷങ്ങളിൽ അവർക്കറിയാമായിരുന്നു എന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഒരു കുടുംബം ഭരണഘടനയെ വ്രണപ്പെടുത്തുന്നതിൽ ഒരു കല്ലും ഉപേക്ഷിച്ചിട്ടില്ല. ഈ കുടുംബം തെറ്റായ ചിന്തകളും തെറ്റായ പ്രവർത്തികളും തെറ്റായ നയങ്ങളും നിരന്തരം പിന്തുടരുന്നു എന്നും കിട്ടിയ അവസരങ്ങളിലെല്ലാം അത് ഭരണഘടനയെ വെല്ലുവിളിച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണഘടനയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അതിൽ മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മന്ത്രിമാർക്ക് കത്തെഴുതിയെന്നും കോൺഗ്രസ് അധികാരത്തിനായി രക്തം രുചിച്ചു എന്നും അത് കാലക്രമേണ ഭരണഘടനയെ ആവർത്തിച്ച് വേട്ടയാടിയെന്നും ആത്മാവിനെ മുറിവേൽപ്പിച്ചു 6 പതിറ്റാണ്ടിനിടെ ഭരണഘടന 75 തവണ ഭേദഗതി ചെയ്തു എന്നും രക്തം രുചിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരണഘടന ദുരുപയോഗം ചെയ്തുകൊണ്ട് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി മോദി അവകാശപ്പെട്ടു. 25 വർഷം പൂർത്തിയാകുമ്പോൾ ഭരണഘടന കീറിമുറിച്ചു എന്നും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 1975 ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും തട്ടിയെടുക്കുകയും രാജ്യം ജയിലിലായി മാറുകയും ചെയ്തു എന്നും പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുകയും മാധ്യമങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നും കോൺഗ്രസിന് ഒരിക്കലും ഈ കളങ്കം മായ്ക്കാനാവില്ല എന്നും പ്രധാനമന്ത്രി തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയമായി പരാജയപ്പെടുമെന്ന ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ വളരെ വലിയ തോതിൽ തന്നെയായിരുന്നു ആഞ്ഞടിച്ചത്. അടിയന്തരാവസ്ഥയുടെ കളങ്കം ഒരിക്കലും മായ്ക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് തന്നെയാണ് പാർലമെന്റിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായിട്ട് പ്രധാനമന്ത്രി മോദി തുറന്നടിച്ച് പറഞ്ഞത് തന്നെ. ഭരണഘടനയെക്കുറിച്ച് ഒരു നല്ല സംവാദം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നും എന്നാൽ ചിലർ അവരുടെ നഷ്ടത്തിൽ ദുഃഖിക്കാൻ തീരുമാനിച്ചു എന്നും പ്രധാനമന്ത്രി മോദി പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഭരണഘടനയുടെ 75 വർഷം പൂർത്തിയാകുന്നു. തിരിഞ്ഞു നോക്കിയാൽ ഇന്ത്യയുടെ ഭരണഘടന 25 വർഷം തികയുമ്പോൾ അടിയന്തരാവസ്ഥ ഉപയോഗിച്ച് അത് തട്ടിയെടുക്കുകയും ഇന്ത്യയെ ജയിലിലാക്കി മാറ്റുകയും പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്തു എന്നും ഇത് ഇല്ലാതാക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നും ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടക്കുമ്പോഴെല്ലാം ഞങ്ങൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഇന്ദിരാഗാന്ധിക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ലെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പോലും അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നും തുടർന്ന് അവർ തൻ്റെ കസേര സംരക്ഷിക്കാൻ രോഷാകുലയായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നും അവർ ഭരണഘടന ദുരുപയോഗം ചെയ്തു എന്നുമാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അനീതിയുടെ കാലമായിരുന്നു അതെന്നും നൂറുകണക്കിന് ആളുകൾ ജയിലുകളിലേക്ക് തള്ളിയെന്നും വിവേകശൂന്യമായ സർക്കാർ ജനങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു.
ഷാബാനോയുടെ സുപ്രീം കോടതി വിജയം അവരുടെ മകൻ രാജീവ് ഗാന്ധി ഇല്ലാതാക്കിയത് വോട്ട് ബാങ്കിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീയെ സഹായിക്കുന്നതിന് പകരം മോശം ആളുകളെ പിന്തുണച്ചു എന്നും നെഹ്റുജിയാണ് അത് ആരംഭിച്ചതെന്നും ഇന്ദിരാജി അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നും പിന്നെ രാജീവ് ഗാന്ധിക്കും ഒരു രസം കിട്ടിയെന്നും വരും തലമുറയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പ്രധാനമന്ത്രി മോദി തുറന്നടിച്ചു പറഞ്ഞു. അന്നത്തെ UPA സർക്കാരിൻ്റെ ദേശീയ ഉപദേശ സമിതിയെയും അദ്ദേഹം ആക്രമിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയെ ഉപദേശിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു. എന്തായാലും പാർലമെന്റിൽ ഇന്ന് വളരെ വലിയ തോതിൽ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയായാലും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്കെതിരെയായാലും ഇന്ദിരാഗാന്ധിക്കെതിരെയായാലും രാജീവ് ഗാന്ധിക്കെതിരെയായാലും അതോടൊപ്പം തന്നെ നെഹ്റുവിനെതിരെയായാലും നരേന്ദ്രമോദി ഇന്ന് വളരെ വലിയ തോതിൽ തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് തന്നെ. പ്രതിപക്ഷ ബഹളം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിനിടയിൽ അതൊന്നും തന്നെ വകവയ്ക്കാതെ തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ രൂക്ഷമായ കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത്.